നമസ്കാരം, ഞാൻ രാജു, പുനർജനി അഗ്രവാടൻ മാധവത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചൈനീസ് മുസംബി എന്ന് പറയുന്ന ഒരു ഇനം ലെമൺ വർഗത്തെക്കുറിച്ചാണ്. ഇത് പലർക്കും അറിയാം, ഇത് പലരും വീട്ടുവളപ്പിലൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടാവാം. എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇത് നല്ല സാധാരണ മുസംബിയേക്കാളും നല്ല മധുരമുള്ള ഒരു ഇനം മുസംബിയാണ് ചൈനീസ് മുസംബി. എന്നാൽ വലിയ വലിപ്പം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ വലിപ്പം ഉണ്ടാവും. സാധാരണ മുസംബിയേക്കാളും അത്ര വലിപ്പം ഉണ്ടാവില്ല, എന്നാലും നല്ല വലിപ്പമുള്ള ഒരു മുസംബി തന്നെയാണിത്. ചൈനീസ് മുസംബി നല്ല മധുരമുണ്ട്. ഇത് ചെറുതിൽ തന്നെ കായ്ക്കും. അതല്ലേ, ഇതിപ്പോൾ നമ്മുടെ ഞാനൊരു ചട്ടിയിലാക്കി വെച്ചാണ് നാട്ടിലെ. ചട്ടിയിലാക്കി വെച്ചിട്ടുള്ളൊരു തൈ ഇപ്പം ഇത് നിറയെ കായ വന്നിട്ടുണ്ട്. നിറയെ കായ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ചട്ടിയിൽ, ടെറസിൻ്റെ മുകളിലോ ചട്ടിയിലോ വളർത്താം. അതുപോലെ തന്നെ മണ്ണിൽ വെച്ചാലും നന്നായി കായ പിടിക്കുന്ന ഒരു ഇനമാണ് ചൈനീസ് മുസംബി. പിന്നെ ഇപ്പോൾ ഇത് കണ്ടല്ലേ, ഇതിപ്പം ഇതിലിപ്പോൾ കായ ഫ്ലവർ വന്നിട്ടില്ല. അതൊരു ചെറിയ തൈയാണ്, പക്ഷേ ഇതിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പം ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് മുസംബി എന്ന് പറയുമ്പോൾ വിറ്റാമിൻ സിയുടെ ഒരു നല്ലൊരു കലവറ തന്നെയാണ് ഈ ചൈനീസ് മുസംബി. പല രോഗങ്ങൾക്കും, വിറ്റാമിൻ സി കുറവുണ്ടായ രോഗങ്ങൾക്കൊക്കെ ഇത് കഴിച്ചാൽ ശമനമുണ്ടാവും. നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു ചട്ടിയിൽ വളർത്തുമ്പോൾ നമുക്ക് ജൈവവളം, ചാണകപ്പൊടി, കമ്പോസ്റ്റ് അഥവാ അല്ലെങ്കിൽ ആട്ടുംകാട്ടം തുടങ്ങിയ എല്ലുപൊടി ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഒരു ചട്ടിയിൽ ഇത് വളർത്താവുന്നതാണ്. ഇടയ്ക്ക് ഒരു നമ്മുടെ 20-20 ഫാക്ടംബോസ് 20-20 കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് ബുഷായിട്ട് വളരും. ഇടയ്ക്ക് DAP ഒക്കെ ഇട്ട് കൊടുക്കണം. ചിലവർ പറയും ഇത് കായ്ക്കില്ലാന്ന്. അപ്പം വളം കൊടുക്കാത്തത് കൊണ്ടാണ് കായ്ക്കാത്തത്. ഇത് കായ്ക്കാത്ത പ്രശ്നമേ നിൽക്കുന്നില്ല, എന്തായാലും കായ്ക്കും. അപ്പം നമ്മൾ അതിന് വേണ്ടുന്ന വളമൊക്കെ കൊടുക്കണം. ഇപ്പോൾ ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് ഫാക്ടംബോസ് കൊടുക്കുക. അതുപോലെ DAP ഇട്ട് കൊടുക്കുക. ഫ്ലവറൊക്കെ വരാൻ വേണ്ടിയിട്ട് DAP ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് FM സാൾട്ട്, മാഗ്നീഷ്യം സൾഫേറ്റ് ഇലകളിൽ ഒരു 2 ഗ്രാമോ അല്ലെങ്കിൽ 3 ഗ്രാമോ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇതിൻ്റെ ഇലകൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പിടിക്കുന്ന ഒരു ഇനമാണ് ഈ ചൈനീസ് മുസംബി. ഇതിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം വെച്ചാൽ വെയിൽ വേണം. നല്ല വെയിൽ ഉണ്ടായാലാണ് ഒരു 6 മണിക്കൂറെങ്കിലും ദിവസം ഇതിൽ വെയിൽ കിട്ടണം. അതുപോലെ നല്ല വെള്ളം കൊടുക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, വെള്ളം കൊടുക്കണം. വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പിടിക്കും. നല്ല മധുരമുള്ള ഒരു ഇനം തന്നെയാണ്. ഒരു നല്ല മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു പച്ച കലർന്നിട്ടുള്ള ഒരു മഞ്ഞയാണ് ഇത് പഴുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല മധുരമുള്ളൊരു ഇനമാണ്. നമ്മുടെ പുനർജനി അഗ്രവാടൻ നഴ്സറിയിൽ ഇതിൻ്റെ തൈകൾ വിതരണത്തിൽ വിജയിച്ചിട്ടുണ്ട്. കായ വന്നതുണ്ട്, ഫ്ലവർ വന്നതൊക്കെ ഉണ്ട്. വലിയ റേറ്റൊന്നുമില്ല, നോർമൽ റേറ്റ് മാത്രമാണ് ഇതിനുള്ളത്. അപ്പം താല്പര്യമുള്ളവർ ഇത് വീട്ടുപറമ്പിൽ വെക്കുക, ടെറസിൻ്റെ മുകളിൽ വെക്കാം. ഓക്കെ, താങ്ക് യു.